നമുക്കൊക്കെ അള്ളാഹു നൽകിയ ഏറ്റവും നല്ലൊരു സൗഭാഗ്യമാണ് ഭാര്യയും ഭർത്താവും ഇണയും തുണയുമായി കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ നമുക്ക് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് ഏറ്റവും നമുക്ക് വിലമതിച്ച ഒരു നിധിയാണ്, അല്ലെങ്കിൽ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ കടമയുണ്ട്. തിരിച്ചു ഭാര്യയോടും കടമകളുണ്ട്. ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കണം, അയാൾക്ക് വഴിപ്പെട്ടു കൊടുക്കണം. ഇത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പറ്റൂല, എന്നെക്കൊണ്ട് സാധ്യമാകുകയില്ല എന്ന് തറപ്പിച്ചു പറയാൻ കഴിയണം. 7ഓളം വരുന്ന സ്ഥലങ്ങളിൽ നോ എന്ന് പറയാൻ, ഭർത്താവിനോട് ഞാൻ ചെയ്യൂല എന്ന് പറയാൻ ഭാര്യമാർക്ക് കഴിയണം. ഭാര്യമാരങ്ങനെ പറഞ്ഞിരിക്കണം. ഏതാണ് ആ സ്ഥലങ്ങൾ? എല്ലാ സംഗതികളും ഭർത്താവിന് വഴിപ്പെട്ടു കൊടുക്കണം എന്ന് പറഞ്ഞ അതേ ഇസ്ലാം തന്നെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ഞാൻ സമ്മതിച്ചു തരൂല എന്ന് പറയേണ്ട രംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പഠിച്ചു വെക്കാം. കാരണം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിച്ചേക്കാം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഭർത്താക്കന്മാരും മനസ്സിലാക്കി വെക്കണം ചില സംഗതികൾ ഭാര്യമാരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. ഏതൊക്കെയെന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് ഒരു അളവുകോലുണ്ട്, ഒരു കണക്കുണ്ട്. കണക്ക് എന്ന് പറഞ്ഞത് എങ്ങനെയാകണം എന്നുള്ളൊരു രൂപരേഖയുണ്ട്. ഏത് രൂപത്തിലും ഭാര്യയുമായി ഭർത്താവുമായി ഇണചേരുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല, അല്ലേ? ഭാര്യമാർ ഭർത്താക്കന്മാർ ഇണചേരുന്നതിൽ ഒരു പരിധി, അല്ലെങ്കിൽ അതിനൊരു രൂപം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിലുമൊക്കെ രൂപമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി. ഇൻഷാ അല്ലാ എങ്ങനെയാണ് എന്നുള്ളത് ചുരുങ്ങിയ രൂപത്തിൽ വിശാലമായി പറയുന്നില്ല, മറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ വീഡിയോയിൽ പറയും. മുഴുവനായി കേൾക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഇൻഷാ അല്ലാ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, ഒന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഉമ്മമാർ, വാപ്പമാർ, അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പല ആളുകളും വിഷമങ്ങൾ പറയാറുണ്ട്. ഒരുപാട് വിഷമങ്ങൾ കേട്ടൊരു വിഷയമാണ് കുടുംബപരമായിട്ടുള്ള വിഷയം. പക്ഷേ അതേ കുടുംബം താറുമാറായി കിടക്കുകയാണ്. ഭർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ സ്നേഹിക്കുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഭാഗത്ത് മാത്രമല്ല, ചില അധികവും വന്നിട്ടുള്ളത് ഭർത്താക്കന്മാരുടെ വിഷയം പറഞ്ഞിട്ടാണ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ഒരു പ്രശ്നപരിഹാരങ്ങൾ തേടുന്നത്. എന്നാൽ ഒട്ടും മോശമല്ലാത്ത രൂപത്തിൽ ഭാര്യമാരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഭർത്താക്കന്മാരും ചോദിക്കാറുണ്ട്. ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, സ്വന്തം വീട്ടിൽ പോയതാണ്, തിരിച്ചു വരുന്നില്ല, എനിക്ക് നിങ്ങൾ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് എന്ന്. സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഭാര്യമാർ, അവർ നമ്മളെ പൊന്നുപോലെ നോക്കുന്നവരെ ഒഴിവാക്കി പോകാം, എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലായിക്കോട്ടെ, അത് വലിയ വിഷയം തന്നെയാണ്. ചട്ടിയും കലവും തട്ടിയും മുട്ടിയും നിൽക്കും. ഇത് നമുക്ക് അറിയുന്നൊരു ചൊല്ലാണ്. ചട്ടിയും കലവാകുമ്പോൾ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും, അല്ലേ? ചിലപ്പോൾ നല്ല ഒച്ചയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ന് കരുതിയിട്ട് ചട്ടിയും കലവും തട്ടിപ്പൊടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നാണോ? അല്ല, ആ തട്ടലും മുട്ടലും ഒക്കെ ഉള്ളതോടുകൂടി തന്നെ അത് ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള ബന്ധം അത് അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഏത് സമയത്തും പൊട്ടിച്ചെറിയാൻ പറ്റുന്നൊരു ബന്ധമാണ്, അല്ലേ? ഇപ്പോൾ ഉമ്മ വാപ്പ, അതുപോലെ മക്കൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് പൊട്ടിച്ചെറിഞ്ഞാലും പോകൂല. ഇപ്പോൾ വാപ്പാനെ വേണ്ട എന്ന് പറഞ്ഞാലും ഉമ്മാനെ വേണ്ട എന്ന് പറഞ്ഞാലും മക്കളെ വേണ്ട എന്ന് പറഞ്ഞാലും ഒന്നും വേണ്ട എന്ന് പറച്ചിൽ നടക്കുള്ളൂ, അത് പോകൂല, മുറിഞ്ഞു പോകൂല. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠനുജന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ, അങ്ങനെ അവർ തമ്മിൽ മുറിച്ച് കളഞ്ഞാലൊന്നും മുറിയുന്ന ബന്ധമല്ല. അതേ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും അതിന് എത്ര കൊല്ലം ജീവിച്ചവരാണെങ്കിലും ശരി, ഭർത്താവ് പറയാണ് ഭാര്യ എടുത്ത് പറയാൻ എനിക്ക് എന്നെ വേണ്ട, നിന്നെ തൊലാക്കില്ല എന്ന് പറഞ്ഞാൽ ആ തൊലാക്കിൻ്റെ കാലാവധി കഴിയലോടുകൂടി, അല്ലെങ്കിൽ 3 തൊലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ കഥ കഴിഞ്ഞു. അവർ രണ്ട് ധ്രുവങ്ങളിലായി. പിന്നെ അവർ തമ്മിൽ ബന്ധമില്ല, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അവർ അന്യരായി. അപ്പോൾ ഏത് സമയത്തും പൊട്ടിച്ചെറിയാൻ പറ്റുന്നൊരു ബന്ധമാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ ആ ബന്ധം പൊട്ടിച്ചെറിയാതെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഖുർആൻ പറയുന്നത് അങ്ങനെ, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹവും അടുപ്പവും ആ മവദ്ദത്തും റഹ്മത്തും ഒക്കെ ഉള്ളതോട് കൂടിയിട്ട് അതിങ്ങനെ കെട്ടി പൊതിഞ്ഞ് നിങ്ങൾ ഭദ്രമായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാകുക, അല്ലേ? അല്ലാതെ ഒരു മൂച്ചിപ്രാന്തിന് പല ആളുകളും എൻ്റെ തൊലാക്ക് ചൊല്ലിപ്പോൾ 1-2 വിഷയം വന്നിട്ട് പറഞ്ഞത് ദേഷ്യം പിടിച്ച സമയത്ത് പറഞ്ഞതാണ്. എൻ്റെ ഡയറക്റ്റ് പറഞ്ഞതാണ്, ദേഷ്യം പിടിച്ച സമയത്ത് ചൊല്ലിപ്പോയതാണ്. ദേഷ്യം പിടിക്കുമ്പോൾ ചൊല്ലാനുള്ളൊരു സാധനമാണ് തൊലാക്ക് എന്നുള്ളത്. തൊലാക്കിൻ്റെ ഒരു വിഷയം പറഞ്ഞുതരാം. ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും സന്തോഷത്തോടു കൂടിയിട്ടാണെങ്കിലും തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയായി, നിന്നെ ഞാൻ തൊലാക്കയിലിരിക്കുന്നു എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷത്തിൽ പറഞ്ഞു, എന്നാലും തൊലാക്കായി പോകുന്ന, അല്ലെങ്കിൽ തമാശയായിട്ട് പറഞ്ഞു, എന്നാലും തൊലാക്കായി പോകും. തൊലാക്ക്, നിക്കാഹ്, തൊലാക്കിൽ നിന്ന് മടക്കിയെടുക്കുക, ഈ 3 സംഗതികളും
തമാശയ്ക്ക് പറഞ്ഞാലും കാര്യമായിട്ട് പറഞ്ഞാലും അത് സ്വഹീഹാവും, അത് എന്താകും, സാധുവാകും. അതാണ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൂച്ചിപ്രാന്തിന് ദേഷ്യത്തിന് ചെയ്യേണ്ട ഒരു സംഗതിയല്ല തൊലാക്ക്. അതൊക്കെ വളരെ ഗൗരവത്തിലെടുക്കണം കേട്ടോ. വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. നിങ്ങൾ എന്നെ അങ്ങോട്ട് ഒഴിവാക്കി കളയും, ഞാൻ എൻ്റെ പണി നോക്കി പോയിക്കോളാമെന്ന് ഭർത്താവിനെയും ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല. ഒരു ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യനോടും പറയാൻ പാടില്ല. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം വലിയ ദൃഢമായ വലിയ ആഴമുള്ള ബന്ധമാണ്. ഇല്ല, രണ്ടുപേർക്കും മഹത്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഉണ്ട്, ഭർത്താവിന് ഭാര്യയോടും ഉണ്ട്. ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലൗ കുന്തു ആമിറൻ അഹദൻ ഐ യസ്ജുദ ലി അഹദിൻ ല അമർതു ഇംറഅതൻ അൻ തസ്ജുദ ലി സൗജിഹ. ഒരു ആളോട്, ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളോട് മറ്റൊരാൾക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ, ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂൽ. അപ്പോൾ അത്രത്തോളം മഹത്വം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്, ഉറപ്പാണ്. ഇനി തിരിച്ചുകൊണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെപ്പറ്റി പറയുന്നുണ്ട്? ഭാര്യമാരുടെ മഹത്വം പറയുന്നത് അസ്സൗജു മുഅദ്ദബുൻ ലിബുകാഇ സൗജതി. ഒരു ഭർത്താവ്, ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ കരയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരുമെന്ന. ഭാര്യയെ കരയിച്ചതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ മുമ്പിൽ, അള്ളാഹിൻ്റെ കോടതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭാര്യയ്ക്കും മഹത്വം കൽപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്കും മഹത്വമുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലും സഹകരണത്തിലൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കുടുംബത്തൊക്കെ റാഹത്താക്കി തരട്ടെ, അല്ലേ, സ്നേഹബന്ധത്തിലാക്കി തരട്ടെ. വിഷമിച്ച് പിരിയലിൻ്റെ വക്കിൽ, തൊലാഖിൻ്റെ വക്കിലൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അടുപ്പം നൽകി അനുഗ്രഹിക്കുമാറട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും സ്നേഹവും അടുപ്പവും അല്ലെങ്കിൽ കരുണയും ഒക്കെ ചെയ്യേണ്ട ഒരു രംഗം അല്ലെങ്കിൽ ഒരു മേഖല ഭർത്താവിനോട് ഒരു കാരണവശാലും എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്നാണ് ഒരു ഭാര്യയോട് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഭർത്താവ് എത്ര ക്രൂരനാണെങ്കിലും ശരി, അതബോട് മര്യാദയോട് അവന് മഹത്വമുണ്ട്. എന്നാൽ തിരിച്ചു അങ്ങനെ കാണിക്കണം. എന്ത് ചെയ്യാം, ഭാര്യയോടും മഹത്വവും അവളും എന്ത് ചെയ്യുക, നിൻ്റെ ഇണയാണ്, തുണയാണെന്നുള്ളൊരു സ്നേഹം അവളോടും തിരിച്ച് കാണിക്കണം. അത് വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഈ ഭർത്താവിനോട് നോ പറയേണ്ട ചില സംഗതികളുണ്ട്. പറ്റൂല എന്ന് പറയണം, സാധ്യമല്ല എന്ന് പറയേണ്ട ചില സംഗതികളുണ്ട്. അത്രയും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു 7ഓളം വരുന്ന സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നെക്കൊണ്ട് സാധ്യമല്ല, നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാം, എല്ലാ സംഗതിയും അനുസരിക്കണം, എല്ലാം അംഗീകരിക്കണം, നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാൽ ചില സംഗതികൾ പറ്റൂല എന്ന് പറയണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത്, നിനക്ക് ഇപ്പം നീ മറക്കുന്ന പോലെ ആവർത്ത് മുഴുവനായി മറക്കുന്നില്ല, അവിടെ ഇവിടെ കാണിച്ചുകൊണ്ട് ഫാഷൻകാരികൾ നടക്കുന്ന പോലെ നിനക്ക് നടക്കാം, നീ നടന്നോ എന്നൊരു പെണ്ണിനോട് ഭർത്താവ് പറയുകയാണെങ്കിൽ ഹൈക്കോട്ടിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ, അങ്ങനെയാണോ? അല്ല, അവിടെ പറ്റൂല എന്ന് പറയണോ? എൻ്റെ ആവർത്ത് മറയ്ക്കുക എന്നുള്ളത് എന്നോട് റബ്ബ് കൽപ്പിച്ചതാണ്, അല്ലേ? ആ ആവർത്ത് പുറത്ത് കാണിക്കാൻ പറ്റുന്നത് എൻ്റെ മഹറമാകുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം. അതായത് മുഴുവനായിട്ടല്ല, മുഴുവനായി കാണിക്കാൻ പറ്റുന്ന ആരോട് മാത്രമേ ഉള്ളൂ? സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത ഒരാളുടെ മുമ്പിലും എൻ്റെ ആവർത്ത് പുറത്ത് കാണിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം ദീൻ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഗതി ഇപ്പം ഭർത്താവ് കാണിച്ചുകൊണ്ട് നടന്നോ എന്ന് പറഞ്ഞാലും നോ പറയാം, പറ്റൂല എന്ന് പറയാം. അതിൻ്റെ പേര് നിങ്ങളെ പിടിച്ച് ആരും ശിക്ഷിക്കുകയൊന്നുമില്ല, നിങ്ങൾക്ക് കൂലി ലഭിക്കുകയുള്ളൂ. ഇനി അതിപ്പോൾ ഭർത്താവ് ഇനി എന്താക്കി, നിങ്ങളെ ഇഷ്ടം പറഞ്ഞ് നിങ്ങൾക്ക് 2 തല്ല് തന്നു, ആയിക്കോട്ടെ, ദീനിന് വേണ്ടിയിട്ടാണ് തല്ലുകൊള്ളുക. ഇനി അതല്ല, ഭർത്താവ് നിങ്ങളോട് ശകാരിച്ചു, ദേഷ്യം പിടിച്ചു, പിണങ്ങിപ്പോയി, ഇതൊന്നും എന്തല്ല, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ പേരിലാണെങ്കിൽ അള്ളാഹു നിനക്ക് ഹൈറേ നൽകുകയുള്ളൂ, ഉറപ്പാണ്. അതേസമയത്ത് ഭർത്താവ് മോഡേനാണ്, നിൻ്റെ ആവർത്ത് കൃത്യമായി മറയ്ക്കാൻ നിന്നെ സമ്മതിക്കുന്നില്ല എങ്കിൽ ആ ബന്ധം ഹൈറായ ബന്ധം അല്ല എന്ന് മനസ്സിലാക്കിയാൽ നീ ഭർത്താവിനെ നന്നാക്കാൻ നോക്കുക. ഇനി അതല്ല, ഒരിക്കലും നന്നാവണില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഹൈറായ ബന്ധം അടുത്ത് വരാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്ക് അതാ വേണ്ടത്. അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാന്ദർഭികമായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ ആ കാര്യം കൂടെ പറയട്ടെ. അതായത് കഷ്ടതകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഒരാളും എന്ത് ചെയ്യേണ്ട, ആരോടുകൂടെ ജീവിക്കേണ്ടതില്ല. അങ്ങനെയുണ്ട് ചില ആളുകളുണ്ടാവും, പണ്ടത്തെ ഉമ്മമാരും പാപ്പമാരൊക്കെ പറഞ്ഞു വിടും, എല്ലാവരും അനുസരിക്കണം, അംഗീകരിക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭാര്യനെ സ്നേഹിക്കണം, ഇതൊക്കെ പറയാം. എന്നാൽ ഒരു കാരണവശാലും ഒന്നിച്ച് ചേർന്ന് പോകാത്ത ചില ബന്ധങ്ങൾ അത് കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. എന്ത് ചെയ്യുക, 2 ധ്രുവങ്ങളിൽ കഴിയുന്ന ആളുകൾ ഒന്നിച്ച് ചേരുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ 2 ആൾക്കും ഒത്തുപോകാൻ കഴിയണില്ല എങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ പിരിഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന നല്ലൊരു ബന്ധം തിരഞ്ഞെടുക്കുക, അതാണ് വേണ്ടത്. ഏച്ച് വെച്ച് കെട്ടിവെച്ച് അങ്ങനെ ഒരു ജീവിതം വലിയ റാഹത്ത് ഉണ്ടാവില്ല. അതേസമയത്ത് ഇനി ഒരാളതിൽ ക്ഷമിച്ചു, ഓക്കെ, എനിക്ക് അള്ളാഹു നൽകി കണക്കാക്കിയതായിരിക്കും, ക്ഷമിച്ചു, ആ ക്ഷമയ്ക്ക് കൂലി ഉണ്ടാവും കേട്ടോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യേണ്ട, ഇനി അതിൻ്റെ പിന്നിൽ വഴക്കം വെക്കാനോ ആയിട്ട് നടക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഹൈറായ വഴി തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു ഹൈർ നൽകട്ടെ. എപ്പോഴും ദുആ ഇറക്കണം, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ എപ്പോഴും നിങ്ങൾ ചെയ്യണം. ഭാര്യ വിവാഹം കഴിച്ച ഭാര്യയാട്ടെ ഭർത്താവാട്ടെ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ദുആ ചെയ്യണം. നമ്മൾ കുടുംബജീവിതം റാഹത്താവും. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സംഗതി എന്താ, നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞു.
നിസ്കാരം ഇന്ന് നിസ്കരിക്കേണ്ട അടി, നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞു. ഫർദ് നിസ്കാരം സുന്നത്തിൻ്റെ കാര്യമല്ല, സുന്നത്തായ കർമ്മങ്ങൾ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി ചെയ്യലായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നോമ്പ് അനുഷ്ഠിക്കാം, ഭർത്താവ് നാട്ടിലുണ്ട്, അപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ഭാര്യ സുന്നത്തായ നോമ്പാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം? ആ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് ഭർത്താവിന് അനുവാദം വാങ്ങണം. ഞാൻ നോമ്പ് അനുഷ്ഠിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം വാങ്ങാൻ. ഇനി അതല്ല, ചോദിക്കാതെ നോമ്പ് അനുഷ്ഠിച്ചു, ഭർത്താവ് നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാം? ഭർത്താവിന് വഴിപ്പെട്ട് കൊടുക്കാം. അതെ, ഫർദ് നിസ്കാരങ്ങളൊക്കെ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞു, ഫറായിദ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നോ പറയില്ല. ഇത് എന്നോട് കൽപ്പിച്ചത് ഭർത്താവല്ല, ആരാണ്? അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ റബ്ബിൻ്റെ വാക്കിനാണ് അവിടെ വിലയുള്ളത്, അത് കഴിഞ്ഞിട്ടേ ഭർത്താവിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നോ പറയാം. മൂന്നാമതായി കാണാം, ഹൈൽ നിഫാസിൻ്റെ സമയത്ത് ശാരീരിക ബന്ധത്തിന്, അതായത് മുട്ടുപൊക്കലിനിടയിൽ ബന്ധപ്പെടാൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, മുട്ടുപൊക്കലിനിടെ അല്ലാത്ത സംഗതികളൊന്നും അല്ല, അല്ലാത്ത ബന്ധത്തിനെ പറ്റിയല്ല ഈ പറയുന്നത്, മറിച്ച് മുട്ടുപൊക്കലിനിടയിൽ ശാരീരികമായി ബന്ധപ്പെടാൻ എന്ത് ചെയ്തു? നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും നോ പറയാം. ഇത് കാര്യമാണ്, നിഫാസ് കാര്യമാണ്, എന്നിട്ട് കുഴപ്പമില്ലെന്ന് നിർബന്ധിക്കാൻ എന്ത് ചെയ്യണ്ട? അവിടെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം, അവിടെ നോ പറയാം, കുഴപ്പമില്ല. അല്ലാത്ത ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ മനസ്സിലാക്കണം, അല്ലാത്ത ഏതെങ്കിലും സന്ദർഭത്തിൽ ഭർത്താവ് തൻ്റെ ആവശ്യത്തിന് വിളിച്ചിട്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റം വേറൊന്നുമില്ല, അത് വലിയ കുറ്റമാണ് അല്ലേ? പരിശുദ്ധമായ എത്രയോ ഹദീസുകൾ അതിന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? അല്ലാത്ത ഇത് നോ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദർഭം ഇതാണ്. എന്ത്? നിങ്ങൾക്ക് ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് ശാരീരികമായി ബന്ധപ്പെടാൻ വിളിച്ചു കഴിഞ്ഞാൽ നോ പറയാം. ഇനി നാലാമത്, ജനാബത്ത് കുളിക്ക് തടസ്സം നിന്നു. നീ ഇപ്പം ഇനി കുളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ജനാബത്തായ ഒരു പെണ്ണിനെ കുളിക്കാൻ തടസ്സം നിന്നു. അവളെന്ത് ചെയ്യുക? അവൾ പറയാം, ഇത് എന്ത് ചെയ്യുക? എനിക്ക് നിസ്കരിക്കണമെങ്കിൽ ഈ കുളി നിർബന്ധമാണ്, കുളിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് കുളിക്കൽ അനുവദനീയമാണ്. അവിടെ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കണം എന്നില്ല. അഞ്ചാമതായി കാണാം, നിർബന്ധമായ ദീനി പഠനം തടസ്സപ്പെടുത്താം. അതായത് നിസ്കാരത്തെ പറ്റി പഠിക്കാൻ, വുദൂനെ പറ്റി മസാലകൾ അറിയില്ല, അപ്പോൾ ഇത് പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ കൃത്യമായിട്ട്, അങ്ങനെയുള്ള സംഗതികൾ പഠിക്കേണ്ട എന്നുകൊണ്ട് തടഞ്ഞു നിർത്തി. അവിടെയും നോ പറയാം. എന്ത് ചെയ്യുക? എനിക്ക് പഠിക്കണം, കാരണം ഇത് പഠിച്ചാലേ എൻ്റെ ആഖിറത്ത് രക്ഷപ്പെടുകയുള്ളൂ. ആറാമതായി കാണാം, പിൻഭാഗത്തിലൂടെ നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു, പിൻദ്വാരത്തിലൂടെ ശാരീരികമായി ബന്ധപ്പെടാൻ നിർബന്ധിച്ചു. നോ പറയാം, അതൊന്നും ഇസ്ലാം അനുവദിച്ച സംഗതിയല്ല. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിൽ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമായി തീരും. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അവിടെ നോ പറയുന്നതിന് തെറ്റൊന്നുമില്ല, നോ പറയണം എന്നാണ്. ഏഴാമതായി കാണാം, ഭാര്യയുടെ സമ്പത്ത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഭാര്യ നല്ല സമ്പത്തുള്ള പെണ്ണാണ്, അവൾക്ക് എന്തെങ്കിലും കച്ചവടത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ സ്വത്തുണ്ട്, ആ സ്വത്തിൻ്റെ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്തു? ഭർത്താവ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചാൽ ഭാര്യ നോ പറയാം. അത് അവളുടെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കൽ അവർക്ക് എന്താണ് നിർബന്ധമാണ്, അവൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അവൾക്ക് നിർബന്ധമായ ഒരു സംഗതി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നോ പറയാം. ഇത്തരത്തിൽ എന്ത് ചെയ്യാം? സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സംഗതികൾ അവൻ തടസ്സം നിൽക്കുന്നു, ഭർത്താവ് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നോ പറയാം. അല്ലാത്ത സംഗതികൾക്കൊക്കെ ഭാര്യ വഴിപ്പെട്ടു കൊടുത്താൽ വലിയ കൂലി ലഭിക്കും, ഭർത്താവിന് വഴിപ്പെട്ടു കൊടുത്താൽ വലിയ കൂലി ലഭിക്കും. ഇതേപോലെ തന്നെ കൂലി ഭർത്താവിന് കിട്ടണമെങ്കിൽ അവളെയും എന്ത് ചെയ്യണം? അതുപോലെ നോക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കുടുംബജീവിതം റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രശ്നങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ദുആ മുടങ്ങാതെ ചൊല്ലുക. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന എന്ന ദുആ മുടങ്ങാതെ ചൊല്ലുക, അത് പഠിച്ചു വെക്കുക, നമ്മൾ പതിവാക്കുക. അള്ളാഹു നമ്മുടെ ജീവിതമൊക്കെ റാഹത്തിലാക്കി തരട്ടെ. ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതാണ് ഉസ്താദെ കേൾക്കേണ്ടത് എന്ന് പല ഉമ്മമാരും വിചാരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഭാര്യമാർക്ക് ചെയ്യേണ്ട കടമകളും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ പറയുമ്പോൾ ഭർത്താക്കന്മാരുടെ വിഷയങ്ങളോട് പറയണമല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു വെക്കുക, കാരണം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ഉപകരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകളൊക്കെ പറഞ്ഞു തരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. മറ്റൊരു വസത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.